മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. അടിമാലി താലൂക്ക് ആശുപത്രി മാതൃകാപരമായ ഒരു ആതുരാലയമാണ്. എന്നാൽ അവിടെ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഉത്തമമായ മാതൃകയാണോ? അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത് എന്ത്? ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ മാക്സിൻ ആൻ്റണി. അദ്ദേഹം അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. സ്വാഗതം സാർ. സാർ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണല്ലോ സാധാരണ ആശുപത്രികളൊക്കെ വരിക. അടിമാലി താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ് പണ്ട് മുതലേ തന്നെ. എന്ന് മാത്രമല്ല, പതിതരായ നിസ്വരായ സാധാരണക്കാരായ ആളുകളുടെ ആശ്രയ കേന്ദ്രവും കൂടിയാണ്. ഒരുപക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിനെ അതിൻ്റെ ഭരണമേൽപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് സാധാരണക്കാർക്കുള്ളത്. ഈയിടെയായി അവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ പ്രാധാന്യം ലഭിക്കുന്ന ചില സംഗതികൾ കയറി വന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, ഇങ്ങനെ ചില കാര്യങ്ങൾ, മദ്യപ ശല്യം, അതൊക്കെ നേരിട്ട് ആശുപത്രിയെ ബാധിക്കുന്നു എന്നും അങ്ങ് അതിൽ ശക്തമായി ഇടപെടുകയും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അവിടെ കമ്മിറ്റി കൂടിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാണ് ആക്ച്വലി ഈ അടിമാലിയിലെ സാമൂഹിക വിരുദ്ധ ശല്യം? തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ അടിമാലി താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ ദേവികുളം താലൂക്കിൻ്റെ ഏക ഗവൺമെൻറ് ആശുപത്രിയാണ്. നമ്മുടെ താലൂക്കിനെ കുറിച്ച് അറിയാലോ. നമുക്കിപ്പം മറയൂർ, കാന്തല്ലൂർ, വട്ടവട തുടങ്ങി ഇടമലക്കുടി, നമ്മുടെ കേരളത്തിലെ തന്നെ ഏക ഗോത്രവർഗ ഉന്നതിയായ ഇടമലക്കുടി ഉൾപ്പെടെ അടിമാലിയിലും പരിസരത്ത് നിരവധി ആദിവാസി ഉന്നതികൾ ഉൾപ്പെടെ സാധാരണക്കാരും വളരെ പാവപ്പെട്ടവരും അധിവസിക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ അടിമാലി താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ തന്നെ ഒരു താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ പേഷ്യൻ്റ് വരുന്ന ഒരു ആശുപത്രിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ. തീർച്ചയായിട്ടും. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഷ്വാലിറ്റി, ഈ ഒ പിയുടെ ഒപ്പം തന്നെ കാഷ്വാലിറ്റി പേഷ്യൻ്റ് അവിടെ ഉണ്ട്. ശരാശരി ഒ പിയിൽ ഒരു 500 to 600 വരുമ്പം 400 to 450 കാഷ്വാലിറ്റി പേഷ്യൻ്റ് ഉണ്ട് അവിടെ. ഏതാണ്ട് അത്രയും തന്നെ ഔട്ട് പേഷ്യൻസ് വരും. ഔട്ട് പേഷ്യൻ്റ് വരുന്ന അതോടൊപ്പം തന്നെ അതിനൊപ്പിച്ച് തന്നെ നമുക്ക് കാഷ്വാലിറ്റി പേഷ്യൻ്റ് വരിക. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നം എന്തറിയാമോ? കാഷ്വാലിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറവാണല്ലോ. ശരിക്കും ഇവിടെ ഒരു 6 ഡോക്ടർമാരെങ്കിലും മിനിമം ഉണ്ടെങ്കിലാണ് കാഷ്വാലിറ്റി സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഇവിടെ ഇപ്പോൾ നിലവിൽ 2 ഡോക്ടേഴ്സേ ഉള്ളൂ. അതിൻ്റെ കാരണം ഇപ്പോൾ നമുക്ക് നീറ്റ് എക്സാം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഡോക്ടേഴ്സും അതുമൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നു. പിന്നെയും മദ്യപരുടെയും വൈകുന്നേരം വലിയൊരു പ്രശ്നമാണ്. അത് നമ്മുടെ ഈ ഭരണസമിതി വന്ന് കുറേ നാൾ നമ്മൾ ശരിക്കും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ 8 പോസ്റ്റ് SP ആയിട്ട് ബന്ധപ്പെട്ട് DSP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 8 പോസ്റ്റ് ഇട്ടു. കുറേ നാളുകളായിട്ട് മുടങ്ങി വന്നൊരു 8 പോസ്റ്റാണ്. 8 പോസ്റ്റ് ഇട്ടെങ്കിലും അവർക്ക് ഈ പോലീസിന് സ്ട്രെങ്ത് കുറവാന്നുള്ള കാരണം ഒരാളെ തന്നിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരാൾ 10 മണിയാകുമ്പോൾ പോവും. 10 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം തുടങ്ങി മദ്യപന്മാർ വരുന്നു. പ്രത്യേകിച്ച് അടിമാലിയും പരിസരത്തിലുള്ള ആളുകൾ, കൂടുതലും ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പം ഈ നിയമത്തിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടല്ലോ അവർക്ക്, അത് ദുരുപയോഗം ചെയ്യുന്നത്. അപ്പം നമുക്കിടെ ആ റിസപ്ഷനിലിരിക്കുന്ന കാഷ്വാലിറ്റി റിസപ്ഷനിലിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ വന്ന് അസഭ്യം പറയുക. നമുക്ക് പലപ്പോഴും ഈ ഇൻപേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ പരിസരത്ത് രാത്രിയിൽ തങ്ങുന്നവരോ ആണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും അമിതമായിട്ട് മദ്യപിക്കുന്നു. ചിലപ്പോൾ ഒരു 3-4 പേരൊക്കെ ദേഹാസ്വസ്ഥം കാണിച്ചുകൊണ്ട് വരുന്നു. നിർബന്ധമായിട്ട് കാഷ്വാലിറ്റി ചെന്ന് ഡോക്ടേഴ്സിനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഡോക്ടർ രഞ്ജിത്ത്, ഫിസിഷ്യൻ, ഞാൻ സുഖമില്ലാണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് ചെയർമാൻ വാമെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് ഇരുന്നു. കാഷ്വാലിറ്റി ബെഡിൽ ഫസ്റ്റ് ബെഡിൽ തന്നെ ഒരാൾ കിടക്കുക. അപ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പറ്റില്ലാണ്ട് IV കൊടുത്തേക്കുക. IV കൊടുത്ത് അയാൾ സ്മൂത്തായി കുറച്ച് നോർമലായി കഴിഞ്ഞപ്പോഴത്തേനും അരയിലൊരു ബ്രാൻഡി കുപ്പി 1/2 ലിറ്റർ ഇരിക്കുക. ഈ സാധനം എടുത്ത് അവിടെ നിന്ന് കഴിക്കുന്നു. ഈ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കണ്ടോന്ന് ചോദിച്ചു. ഇയാൾ പോകാൻ കൂട്ടാക്കുന്നില്ല. സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റി ഒരു പരിധി വരെ ഇവരെ പിടിച്ചു മാറ്റുമ്പം ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പെട്ടെന്ന് 8 പോസ്റ്റിൽ അന്ന് വെള്ളത്തൂരിലൊരു സ്റ്റേഷൻ SI ആയിരുന്നു, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇവരെ കൊണ്ടുപോയി. അതുപോലെ 100 പ്രശ്നങ്ങൾ. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇവർ വന്നിട്ട് കിടക്കാൻ പോലും തയ്യാറല്ല, നിന്നുകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിന് തെറിയാം. അന്യ നാടുകളിൽ നിന്ന് വരുന്ന ഡോക്ടർമാർ
പ്രത്യേകിച്ച് അറിയാലോ, നമുക്ക് കാഷ്വാലിറ്റിയിൽ MBBS കഴിഞ്ഞ് ആദ്യഘട്ടങ്ങളിൽ വരുന്ന ഡോക്ടേഴ്സാണ്. അവർക്ക് വരെ ഇവിടെയുള്ള സ്ഥിരമായിട്ട് വരുന്ന ആളുകളുടെ പേരറിയാം. അതായത് ഓരോരുത്തരുടെ പേരെടുത്ത് പറയുവാണ് DYSPയുടെ മീറ്റിങ്ങിൽ. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അടിമാലിയെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലം മുതലേ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഈ അമിതമായ സ്വാതന്ത്ര്യമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അത് ചില സാമൂഹികമായ പരിരക്ഷയുടെയും സാമൂഹികമായ ചില ക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും നമുക്ക് ഇത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ക്രമസമാധാന പ്രശ്നം കൂടി ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണെന്നർത്ഥം അല്ലേ? തീർച്ചയായിട്ടും അതെയല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം മിക്കവാറും ഞാൻ ടൗണിൽ തന്നെയൊക്കെ ഉള്ള ആളാണ്. പല ദിവസങ്ങളിലും ഇവർ നമ്മൾ വിളിക്കാറുണ്ട്. നമുക്ക് നേരിട്ട് ചെന്ന് അവരോട് സംസാരിക്കുമ്പം അവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമുണ്ട്. അവർ നമ്മളോട് അനാവശ്യം പറഞ്ഞാൽ നമുക്ക് അതേ രീതിയിൽ പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വരെ വന്നിട്ട് അവർ കൂട്ടാക്കാൻ തയ്യാറായില്ല. അതാണ് നമ്മൾ വളരെ അടിയന്തരമായിട്ട് DYSPനെ അറിയിക്കുകയും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് വന്ന് നമ്മുടെ നേതൃത്വത്തിൽ തന്നെയാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ DYSP വന്നിരുന്നു, വെള്ളത്തൂലിലെ CI വന്നിരുന്നു. അദ്ദേഹത്തിനാണ് ഇവിടുത്തെ ചാർജ്. അടിമാലി സ്റ്റേഷനിലെ SI വന്നിരുന്നു. നമ്മൾ സ്റ്റാഫിനെ മുഴുവൻ വിളിച്ചു കൂട്ടി. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്നാന്ന് വെച്ചാൽ സാറിന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സ്റ്റാഫ് വളരെ എന്താ പറയുക പേടിച്ചാണ് നിൽക്കുന്നത്. വൈകുന്നേരം വരുമ്പോൾ എന്നും പ്രശ്നങ്ങളാണ്. അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു സ്ഥലത്ത് ഒരാൾ ജോലി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവൻസ്, ഡോക്ടേഴ്സിനെ പോലുള്ളവർ അവരുടെ സ്റ്റാഫൊക്കെ ജോലി ചെയ്യുമ്പോൾ നിർഭയമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും നിർഭയമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല സേവനം നടക്കും. പ്രത്യേകിച്ച് ആശുപത്രി പോലുള്ള രംഗങ്ങളിൽ ഒരു മരുന്ന് മാറി കുത്തിവെക്കാൻ പാടില്ലല്ലോ. അതെ അതെ അല്ലേ? അത് തന്നെയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺസെൻട്രേഷൻ വേണ്ട ഒരു ജോലിയാണ്. ആ ജോലിയാണ് ഡീസെൻട്രലൈസ് ചെയ്ത് കളഞ്ഞ് ആവപ്പാടെ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഈ അടിമാലിയെ സംബന്ധിച്ച് നമ്മുടെ 2 പാർശ്വ മലകളിലും ഉന്നതികളുണ്ട്, ധാരാളമായ ഉന്നതികൾ. 14 ഉന്നതികളുള്ള ഒരു പ്രദേശമാണ്. അതെല്ലാവരും അവർ മോശക്കാരൊന്നുമല്ല, അവർ നല്ല ധാരാളം ഉണ്ട്. 14 30 ഉണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരിൽ എത്രയോ നല്ല മിടുക്കരായ നല്ല ശേഷിയുള്ള ആളുകളും ഒക്കെ ഉണ്ട്. എല്ലാവരും മോശക്കാരൊന്നുമല്ല. പക്ഷെ വേണ്ടത്ര ബോധവൽക്കരണത്തിൻ്റെ വേണ്ടത്ര അവയർനെസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഈ അടിമാലിയിൽ ഈ പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ പരിഹരിക്കാൻ തീരുമാനിച്ചത് കമ്മിറ്റി കൂടിയിട്ട്? നമ്മൾ കമ്മിറ്റി തീരുമാനിച്ചത് എന്താ വെച്ചാൽ, ഹോസ്പിറ്റലിന് ഒരു നിയമമുണ്ടല്ലോ. ഹോസ്പിറ്റലിനുള്ളിൽ ആളുകൾ ഇങ്ങനെ അമിതമായിട്ട് മദ്യപിക്കുകയോ അല്ലെങ്കിൽ പോലും അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു നിയമങ്ങളുണ്ട്. ഹോസ്പിറ്റൽ ആക്ട് വെച്ചുകൊണ്ട് നിലവിൽ ഇത്രയും നാൾ നമ്മൾ പലരും മുഖപരിചയമുണ്ട്, നമ്മളത് ഒഴിവാക്കി വിട്ട് അങ്ങനെ പോട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റാഫാണെങ്കിലും എല്ലാവരും തന്നെ പരസ്പരം ഇവിടെയൊക്കെ തന്നെയുള്ള ആളുകളാണല്ലോ പ്രധാനമായിട്ടും കാഷ്വാലിറ്റിയിൽ, അതായത് ഈ റിസപ്ഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, സെക്യൂരിറ്റിയൊക്കെ. അപ്പോൾ ഒരു മുഖപരിചയം വെച്ച് പലരും പ്രശ്നങ്ങളുണ്ടാക്കുമ്പം എന്താ പറയുക വലിയ പ്രശ്നത്തിലേക്ക് പോകാണ്ട് പരിഹരിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ നിരന്തരം പ്രശ്നമായിട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഡോക്ടേഴ്സ് ഇപ്പം 6 പേരുണ്ടായിരുന്നതിൽ 2 പേര് എന്തോ കാരണങ്ങളാൽ ആദ്യം തന്നെ പോയി. ഈ മാസം തന്നെ നിരന്തരം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത് ഈ 2 മാസമാണ്. ഈ 2 മാസം കൊണ്ട് പേടിച്ചിട്ട് 2 പേര് പോയി. ഇപ്പോൾ 2 പേരെ വെച്ചാൽ കാഷ്വാലിറ്റി റൺ ചെയ്യണം. അപ്പം നമുക്ക് സ്പെഷ്യാലിറ്റിയിൽ, അതായത് OPയിലും മറ്റിരിക്കുന്ന ആളുകൾക്ക് ഓവർ ഡ്യൂട്ടി കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിന് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. നമ്മൾ പരിഹരിക്കുന്ന കാര്യം സാറ് ചോദിച്ചല്ലോ. അപ്പോൾ DYSP പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ പരമാവധി നിയമത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് ഇവരെ ഞാൻ പറഞ്ഞ നിയമത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർക്ക് പരമാവധി ശിക്ഷ കൊടുത്തുകൊണ്ട് 2 3 പേരെ അതിൻ്റെ ആ രീതിയിൽ നിയമത്തിൻ്റെ ഇതിൽ ശിക്ഷിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിയുമ്പോഴാണുള്ളത് പ്രശ്നം ഇല്ലാണ്ടാവുള്ളൂ. പിന്നീടാണെങ്കിലും വരുന്നവർക്ക് ഒരു പേടി വരണം. അല്ലാണ്ട് ഹോസ്പിറ്റലിൽ കയറുമ്പം ഇതൊരു പൊതു സ്വത്താണല്ലോ ആശുപത്രി. പ്രൈവറ്റ് ആശുപത്രിയിൽ ഇതുപോലെ അക്രമങ്ങളൊന്നും കാണിക്കാൻ ആരും മുതിരുന്നില്ലല്ലോ. ഇത് താലൂക്ക് ആശുപത്രിയാണ്, നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനമാണ്, പൊതു സ്വത്താണ്. അപ്പോൾ ആർക്കും എന്ത് അഭ്യാസവും കാണിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നതാണ് ഈ പ്രശ്നം. ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം പൊതു സ്വത്താണ്, സമ്മതിച്ചു. ആ പൊതുസ്വത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പൊതുജനങ്ങൾക്കുള്ളതാണ്, ഇല്ലേ? അതാണ് ആളുകൾക്ക് വേണ്ടത്. ആ അവയർനെസ് ആണ് വേണ്ടത്. പക്ഷേ ആളുകൾ പലപ്പോഴും അത് ചെന്ന പോലെ 16 എന്ന മട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ നടത്തുകയാണ്. എന്തായാലും ഒരു അച്ചടക്ക നടപടി അനിവാര്യമാണ്. കാര്യത്തിലൊന്നും സംശയമില്ല. ആരായാലും ആദ്യമൊക്കെ ക്ഷമിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് നീങ്ങിയേ പറ്റൂ. ആ കാര്യത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് റെഡിയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും DYSP നമുക്ക് അവർ ശരിക്കും പറഞ്ഞാൽ DYSP നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നമ്മളിനി ഇവിടുന്ന് DYSPയുടെ നമ്പർ എല്ലാ സ്റ്റാഫിനും, അത് കാഷ്വാലിറ്റിയിലും റിസപ്ഷനിലും സെക്യൂരിറ്റിക്കും ഉൾപ്പെടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇനിയിപ്പോൾ പോലീസിനെ പെട്ടെന്ന് വിളിച്ചില്ല കിട്ടിയില്ല പോലും DSP നേരിട്ട് വിളിച്ചോളാനുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകിയിരിക്കുക. ഈ ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും താഴത്തെ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് അടിമാലിയിൽ നിന്ന് കേൾക്കുമ്പോൾ, ഹൈറേഞ്ചിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും മടിയോടുകൂടിയാണ് വരുന്നത്, അറിയാലോ. വന്നു കഴിയുമ്പോൾ തന്നെ അവർക്ക് പിന്നെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവർ ഇട്ടിട്ട് പോകും, സംശയമില്ല. അപ്പം അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ 6 പേരെ വെച്ച് റൺ ചെയ്യേണ്ട കാഷ്വാലിറ്റി 2 പേരെ വെച്ച് റൺ ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യത്തിലൊരു വല്ലാത്ത ശോച്യാവസ്ഥയാണ്, അല്ലേ? നമ്മുടെ ആശുപത്രി അത് നന്നായി ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്കിപ്പോൾ ഗൈനക്കോളജി നമുക്ക് കഴിഞ്ഞ വർഷം 1188 പ്രസവം നടന്ന ആശുപത്രി ഇത്, ചെറിയ കേസല്ല. അതായത് കഴിഞ്ഞ വർഷം മെഡിക്കൽ കോളേജിലെ കണക്കെടുത്താൽ അതിനേക്കാൾ 5 ഇരട്ടിയിൽ കൂടുതൽ പ്രസവം നടന്നതാണ്. അത് നമ്മുടെ എന്നാ പറയുക, ഈ പറഞ്ഞ 100 കിലോമീറ്ററോളം നമ്മുടെ അടിമാലിയിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ കാന്തല്ലൂർ അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഏകദേശം 100-നടുത്ത് കിലോമീറ്റർ വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് ഒരു ഗൈനക്കോളജി ആവശ്യങ്ങൾക്ക്, പ്രസവ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പം അടുത്ത റീസെൻ്റായിട്ട് നമുക്കൊരു ഡോക്ടർ പോയി, ഗൈനക്കോളജി ഡോക്ടർ. പകരം ഒരാൾ വരാൻ തയ്യാറാകുന്നില്ല ഇങ്ങോട്ട്. ഗൈനക്കോളജിക്ക് എത്ര പോസ്റ്റാണ് ഇവിടെ ഉള്ളത്? നിലവിൽ ഇപ്പം 4 എണ്ണം വേണം. 4 എണ്ണം വേണം. അതിലിപ്പം നിലവിൽ കഴിഞ്ഞ ആഴ്ച വരെ 3 പേരുണ്ടായിരുന്നു. നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ അതിന് പകരം നമുക്ക് വരാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു. ഒരാളെയൊക്കെ വെച്ച് ഓടിച്ചിട്ടുണ്ടെന്ന് അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് നിർബന്ധമായിട്ടും 2 പേരേ ഉള്ളൂ. അവർക്ക് ഈ ഓവർ ഡ്യൂട്ടി കൊടുക്കുന്നു. അതോടൊപ്പം എല്ലാ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരെ കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാഷ്വാലിറ്റി റൺ ചെയ്യണത്. അപ്പോൾ ഇവർക്ക് കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു, OP-യിൽ വർക്ക് ചെയ്യുന്ന വരുന്നു, ഗൈനക്കോളജി അറിയാലോ, നൈറ്റും അത്യാവശ്യം കോളിംഗ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവരൊരു മനുഷ്യനില്ല, അവരൊരു മനുഷ്യരാണല്ലോ, അവർക്ക് ജോലി ചെയ്തതിന് പരമാവധി ഉണ്ടല്ലോ, അവർക്കും അവരുടേതായ സമയമുണ്ട്. അതനുസരിച്ച് ജോലി ചെയ്യുമ്പോൾ ഓവറായിട്ട് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ നീറ്റിൻ്റെ എക്സാമും മറ്റുമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ചിലപ്പം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കോട് കൂടി നമുക്ക് കുറച്ച് ഡോക്ടേഴ്സൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഈ MBBS കഴിഞ്ഞ ഡോക്ടർമാർ സ്വാഭാവികമായിട്ട് കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്നവർ അവരുടെ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഓരോ 2-3 മാസമൊക്കെ ലീവ് എടുത്ത് പഠിക്കും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമല്ലോ. ആ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് അവർ PG-യുടെ എക്സാമിന് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം ലീവായിരിക്കും. അതാണ് ഒരു വലിയ നമുക്ക് ഈ 1-2 മാസമായിട്ട് നമുക്ക് ഈ പ്രശ്നം, പ്രധാനമായിട്ട് ഈ പ്രശ്നം വന്നേക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം ഇവിടെ MBBS-ആയിട്ട് നിൽക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം ലീവിലാണ്. അത് തന്നെ ഇവിടെ കാഷ്വാലിറ്റി ഓവർ ഡ്യൂട്ടി, അവർക്ക് 8 മണിക്കൂർ ജോലി ചെയ്തതിന് ഒരു 10, 12, 13 മണിക്കൂർ ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. കാരണം ഇതൊന്ന് റൺ ചെയ്യണമല്ലോ, അവർ നമ്മളോട് പരമാവധി സഹകരിക്കും. അപ്പോൾ അവർക്ക് എന്താ പറ്റിയ, അവർക്ക് പഠിക്കുവാനുള്ള സമയം കിട്ടാണ്ട് വരും. അവരുടെ ഇങ്ങനെ പരമാവധി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ അടുത്താണ് ഈ ഭീഷണി. തീർച്ചയായിട്ടും അതേലോ. ഞങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും നമുക്ക് ഒരു ഭരണസമിതി എന്ന രീതിയിൽ നമുക്ക് ആദ്യം പോയിട്ട് ഞങ്ങളൊക്കെ വന്ന സമയത്ത് വിചാരിച്ചതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും അലസതാ മനോഭാവമാണെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അതിനകത്ത് എല്ലാ ദിവസവും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അവർ ചെയ്യുന്ന ജോലിനേക്കാൾ കൂടുതൽ ഓവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അല്ല, ഇതങ്ങനെ വർക്കിൽ നിന്ന് പിന്മാറാൻ പറ്റിയ ഒരു ജോലി അല്ലല്ലോ. അല്ല സാർ, ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ മറ്റൊരു ജോലി പോലെ അല്ലല്ലോ. ഇത് ശരിക്കും അതിന്റെ ഒരു എത്തിക്സുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും അതേലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ എന്താ പറയുക, ഭയങ്കരമായിട്ട് അടിച്ച് പൂസായിട്ട് വന്ന ഒരാള് IV ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ, ഞാൻ അവരോട് നമുക്ക് സംസാരിക്കുന്നില്ല, ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ മദ്യപിച്ച് വരുന്ന ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദി ആരാ? നാളെ പൊതുജനം പറയില്ല ഡോക്ടർ ഓവർഡോസ് കൊടുത്തു അല്ലെങ്കിൽ അത് ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയൊരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതാണ് മാക്സിമം. എൻട്രൻസിൽ തൊട്ട് നിയന്ത്രിച്ചുകൂടാ? എൻട്രൻസിൽ നമുക്ക് നിയന്ത്രിക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്നറിയാമോ, നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് PSC നിയമനങ്ങളില്ല. നമുക്ക് ആവശ്യമുള്ള ഡോക്ടേഴ്സ് തുടങ്ങി ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ള HMC ആണോ? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് തുടങ്ങി ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ള തസ്തികകളിൽ നിയമനം വളരെ കുറവാണ്. നമുക്ക് ആവശ്യമുള്ള തസ്തികകൾ മുഴുവൻ വേക്കൻ്റായി കിടക്കുക. നമുക്ക് ഈ PSC-ന്ന് നിയമനം തന്നില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സാലറി കൊടുക്കേണ്ടത് HMC-യാണ്. HMC-ക്ക് സാലറി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 50% കൊടുക്കാൻ പറ്റത്തുള്ളൂ. പരമാവധി 60% വരെ കൊടുക്കാം. അതിന് ഫണ്ട് ഉണ്ടോ? ഫണ്ട് എന്ന് പറഞ്ഞാൽ HMC-യുടെ ഫണ്ട് മീൻസ് നമ്മൾ ഇതിൽ അതായത് OP ടിക്കറ്റിന്റെയും അല്ലെങ്കിൽ എക്സ്റേയുടെ, ലാബിന്റെ, അതുപോലെ ആശുപത്രിയിൽ ഒരു വരുമാനത്തിൽ നിന്ന് കണ്ടെത്തുന്നതാണ്, അല്ലാണ്ട് പ്രത്യേക ഫണ്ട് അല്ലല്ലോ. പിന്നെ നമ്മൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു വർഷം പദ്ധതിയിൽ നിന്നും ഒരു ഇത്ര ലക്ഷം രൂപ മാറ്റി വെക്കുന്നുണ്ട്. അത് സാലറി ഐറ്റംസിന് മാറ്റാൻ പറ്റും? സാലറി ഐറ്റംസ് നിലവിൽ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക്, ഹോസ്പിറ്റലിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണല്ലോ മാറ്റുന്നത്. അപ്പോൾ പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HMC ഇപ്പോൾ 70%-ലധികം സാലറി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരിക.
അപ്പോൾ നമ്മൾ ഇപ്പോഴും HMC സ്റ്റാഫിനെ വെച്ചാണ് ഇത് റൺ ചെയ്യുന്നത്. ഈ 10 രൂപയ്ക്കല്ലേ ഒരു പേഷ്യൻ്റ് ആയിന്ന് നമ്മൾ വാങ്ങുന്നുള്ളൂ? എല്ലാ ഹോസ്പിറ്റലുകളിലും താലൂക്ക് ആശുപത്രിയിൽ കോതമംഗലം അല്ല മറ്റ് പ്രദേശങ്ങളിലെല്ലാം 10 രൂപയാണ് റേറ്റ്. നമ്മളിവിടെ OP ടിക്കറ്റ് ഇവിടെ കാഷ്വാലിറ്റിയിൽ 10 രൂപയാണ്, OP 5 രൂപയാണ്. നമുക്ക് എന്തായാലും 10 രൂപയിലേക്ക് നമുക്ക് ആക്കണമെന്ന് കുറേ നാളുകളായിട്ട് ആലോചിക്കുന്നതാണ്. അപ്പോഴും നമ്മുടെ ഒരു അടിമാലിയുടെ അവസ്ഥയും ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരും അവശരമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണല്ലോ. എന്തായാലും 10 രൂപ ആക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. നിലവിൽ 5 രൂപ ഇപ്പൊ മേടിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. 10 രൂപയ്ക്ക് വാങ്ങാവുന്നതാണല്ലേ? എല്ലാ താലൂക്ക് ആശുപത്രികളിലും 10 രൂപയുണ്ട്. കോതമംഗലത്ത് ആയിക്കോട്ടെ മറ്റു താലൂക്ക് എല്ലായിടത്തും 10 രൂപ. നമ്മളിവിടെ 5 രൂപ ടിക്കറ്റിന് വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികളിലേക്ക് വെച്ച് നോക്കി കമ്പാരിറ്റീവിൽ ഏറ്റവും കൂടുതൽ കേസുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,56,000 മുകളിൽ OP പേഷ്യൻസ് ഉണ്ടായിരുന്നു. 1,33,947 മറ്റോ നിയർ ഒരു 1,34,000 അടുത്ത് കാഷ്വാലിറ്റി പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നടന്നതെന്ന് പറഞ്ഞാൽ 133 പോസ്റ്റ്മോർട്ടങ്ങളാണ്. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ ഇല്ല. ഫോറൻസിക് സർജൻ ഇല്ലാത്തത് കാരണം പല കേസുകളും നമ്മൾ പൈനാവിനോ അല്ലെ കോട്ടയത്തിനോ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ചില സാങ്കേതിക കാരണങ്ങളാൽ ഡോക്ടർക്ക്, അതായത് ഫോറൻസിക് അല്ലാത്തൊരു ഡോക്ടർക്ക് ചില കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എത്രയോ പ്രാവശ്യം ഇവിടെ അടിയും ബഹളവും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ മറിയൂരിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ ആയിട്ട് ബഹളം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പറ്റാവുന്ന കേസുകളാണ് ചെയ്യാൻ നമ്മളും റിക്വസ്റ്റ് ചെയ്യും. മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെല്ലാം പറയും, നമ്മളും പറയും, എല്ലാവരും പറയും. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് കുറേയൊക്കെ പറ്റാവുന്നത് ഇവിടെ ചെയ്യും. തീരെ നിവൃത്തിയിലാണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഇടുക്കിയിലേക്ക് വിടും. എന്നിട്ട് പോലും 133 പോസ്റ്റ്മോർട്ടം നടന്നു, 1188 പ്രസവം നടന്നു. അതുപോലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് മേജർ സർജറികൾ തന്നെ 758 മറ്റോ നടന്നു. 25,000 മുകളിൽ മൈനർ സർജറികൾ കിടന്ന ഹോസ്പിറ്റലായത് ചെറിയ കാര്യമല്ല ഇത്. ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടും ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി കുറെ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ പരിവർത്തനത്തിന് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകളിൽ, മൊത്തം നമ്മുടെ ആരോഗ്യരംഗത്തൊക്കെ. ആരോഗ്യരംഗം ശുചിയാക്കുക, ശുദ്ധമാക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. എന്നാൽ പോലും അതിന് കിണഞ്ഞ് ശ്രമിക്കുന്ന ഒരാളെ അദ്ദേഹത്തെ കാണാം. എന്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു റെസൊല്യൂഷനൊക്കെ പാസ്സാക്കി പോയിക്കൂടാ? ഞങ്ങൾ ആരോഗ്യമന്ത്രി ചാർജ് എടുത്ത എൻ്റെ പിറ്റേ ആഴ്ചയിൽ തന്നെ പോയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ എനിക്ക് പെട്ടെന്ന് ബൈഹാർട്ടായതല്ലോ, ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ്. കാരണം ഇത്തരം കൃത്യമായ കണക്കുകൾ ഞാൻ എഴുതി തയ്യാറാക്കി ആരോഗ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഓർമ്മയിൽ പറഞ്ഞതാണ്. ഞങ്ങളത് കൃത്യമായിട്ടും ആരോഗ്യമന്ത്രിനെ ധരിപ്പിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കേസുകളെക്കുറിച്ച് ധരിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പൈനാവിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്ന ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡോക്ടേഴ്സിൻ്റെയും മറ്റ് സ്റ്റാഫുകളുടെയും ഇല്ലായ്മ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണല്ലോ അദ്ദേഹത്തിൻ്റെ PS ഡോക്ടർ സുനിൽ ദാസ്, ഞങ്ങൾ അദ്ദേഹത്തെയും കയറി കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പം നമുക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം MBBS കിട്ടി ആദ്യമായിട്ട് പ്രാക്ടീസിന് വരുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല. 80-ന് മുമ്പൊക്കെ ഒരു കാര്യത്തിലും കാണുന്ന പുള്ളി പറഞ്ഞത്, 80-ന് മുമ്പ് ആ ഒരു കാലഘട്ടത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി 27ഓളം PHSകളുടെ കാര്യങ്ങളും അതൊക്കെ നമ്മൾ കുറേ കഥയൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ അദ്ദേഹം അതെ അപ്പൊ അദ്ദേഹം നമ്മുടെ ദേവികുളത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട, അടിമാലി താലൂക്ക് ആശുപത്രിനെ കുറിച്ചും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട. അത് വലിയൊരു കാര്യമാണല്ലോ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ എൻട്രി കിട്ടി. അതെ അല്ലേ? അപ്പം ഞങ്ങളത് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ താമസിക്കാണ്ട് ഇവിടെ വന്ന് നമ്മളുമായിട്ടൊക്കെ സംസാരിച്ച് അത്യാവശ്യം കുറച്ച് സാമൂഹിക സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ തലത്തിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ആശുപത്രിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാം, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. മിനിസ്റ്ററല്ല, ഞാൻ മിനിസ്റ്ററോട് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം PS-നെ കണ്ടപ്പോൾ സംസാരിച്ചു. അദ്ദേഹത്തിനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതിനുശേഷം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കയറിയാണ്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അധികം സാധനങ്ങൾ കിട്ടാനുണ്ട്. വന്ന സാധനങ്ങൾ റൺ ചെയ്യാൻ സ്റ്റാഫുകളില്ലാണ്ട് വന്നിട്ടുണ്ട്. പതോളജിസ്റ്റ് തുടങ്ങിയുള്ള ഡോക്ടേഴ്സും മറ്റു പതോളജിസ്റ്റൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് എന്താ പറയുക ബ്ലഡ് ബാങ്ക് പ്രവർത്തനം നടത്താൻ പറ്റാണ്ട് നമ്മുടെയൊക്കെ ഭരണസമിതിക്ക് മുൻപേ വന്നിരിക്കുന്ന സാധനങ്ങളാണ്. ബ്ലഡ് ബാങ്കിന്റെ പ്രശ്നം മാത്രമല്ലല്ലോ സാർ, നമ്മുടെ കാത്തലാബ് പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇല്ല, നന്നായിട്ട് അല്ലേ? അല്ല, കാത്തലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരോളിൻ എന്ന് പറയുന്ന ഡോക്ടറെ വെക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ കൊല്ലം വലിയ ചർച്ചയായിരുന്നല്ലോ, അതെന്ത് പറ്റി? ഡോക്ടർ കരോൾ ജോസഫ് എന്ന് പറഞ്ഞ നല്ല മിടുക്കനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം കാർഡിയാക് വിഭാഗത്തിൽ ഞാൻ പറഞ്ഞ അറിയപ്പെടുന്ന നല്ല ഒരു മിടുക്കനാണ്. എന്തായാലും നമ്മളൊക്കെ വരുന്നേക്കാൾ മുമ്പ് തന്നെ ഡോക്ടർ കരോളിന് ഇവിടെ പോസ്റ്റിംഗ് ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഏതോ ബാഹ്യശക്തികളുടെ ഒരു ഇടപെടൽ മൂലം
പോസ്റ്റിംഗ് പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലും വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നെടുങ്കണ്ടത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അന്ന് ഞാനീ പറഞ്ഞ പോലെ ഞങ്ങൾ അന്ന് പോയപ്പോൾ PSനെ കണ്ട് അവിടെ നിന്ന് തന്നെ ഫോൺ ഡയറക്റ്റ് കൊടുത്ത് ഡോക്ടർ കരോളിൻ്റെ ഫോണിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിന് ഫോൺ കൊടുത്ത് ഇങ്ങോട്ടേക്ക് പോസ്റ്റിംഗ് ആക്കാമെന്ന് പറഞ്ഞ് നമുക്കൊരു ഉറപ്പ് നൽകുകയും 6 ദിവസത്തേക്ക് പോസ്റ്റിംഗ് തരാമെന്ന് പറഞ്ഞു. എന്താണ്, നമുക്ക് 6 ദിവസത്തെ പോസ്റ്റിംഗ് കിട്ടിയില്ല, 3 ദിവസത്തെ പോസ്റ്റിംഗ് കിട്ടി ഇങ്ങോട്ടേക്ക്. അല്ല, അവിടെയും വേണമല്ലോ സേവനം. തീർച്ചയായിട്ടും വേണം. അപ്പം നമുക്കിവിടെ കാത്ത് ലാബിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാത്ത് ലാബ് റൺ ചെയ്യണമെങ്കിൽ അതിന് ടെക്നീഷ്യന്മാർ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതെല്ലാം നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇന്റർവ്യൂ നടത്തിയിരുന്നു. കാരണം നമുക്ക് ഈ അസംബ്ലി ഇലക്ഷൻ വരുന്ന സമയത്ത് തന്നെ ആ സമയത്ത് ഇനിയിപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ പീരീഡിൽ ഈ കാത്ത് ലാബിന്റെ പ്രവർത്തനം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് അന്നേരം അത്യാവശ്യം തുടങ്ങി വെക്കുന്നതിനുള്ള സ്റ്റാഫിനെ വേണമല്ലോ, ടെക്നീഷ്യൻസ് വേണം, അതുപോലെ കാർഡിയോളജി വിഭാഗത്തിൽ നിൽക്കുന്ന കാത്ത് ലാബ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർ വേണം. അവരെയൊക്കെ പരിപൂർണമായിട്ട് മുഴുവൻ സ്റ്റാഫുകൾ എടുത്തല്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റാഫുകൾ നമുക്ക് കാർഡിയോളജിസ്റ്റ് മസ്റ്റായിട്ടും വേണ്ടേ? തീർച്ചയായിട്ടും 6 ദിവസത്തേക്ക് അദ്ദേഹത്തിന് സേവനം തരാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. ഈ കാർഡിയോളജിസ്റ്റ് അത് ജനറൽ നമുക്കൊരു കാർഡിയാക് സർജൻ വേണ്ടി വരില്ലേ? വേണ്ടി വരുമായിരിക്കും. കാരണം വേണ്ടി വരുന്നത് മാത്രമല്ല, അതിന് ഈ ഡോക്ടർ കരോളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡോക്ടർ വേണ്ടി വരും. പിന്നെ അതിന് കാർഡിയാക് സർജൻ ആണോ അതോ ജനറൽ സർജൻ ആണോ? സർജന. അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും നമുക്കിവിടെ സേവനമുണ്ട്. അദ്ദേഹം ചൊവ്വാഴ്ച ദിവസം നെടുങ്കണ്ടത്ത് ഇവിടുത്തെ കേസുകൾ ഉണ്ടെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഞാനൊരു ആവശ്യമായിട്ട് അദ്ദേഹത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിക്കാമെന്ന് വിളിച്ചു. 1:30 മണിക്ക് അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞത്, ഈ സർജറി എല്ലാം കഴിഞ്ഞതെന്ന് പറഞ്ഞു. 10 കേസുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആളുകളെ അവിടെ കൊണ്ടുപോയി ചെയ്യാൻ ഉള്ള ഒരു വലിയ മനസ്സുള്ള ഡോക്ടറാണ്. കാർഡിയാക്ക് കേസുകൾ ഇപ്പോൾ കൂടുതലാണ് സാർ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് കേസുകൾ, ഇതുമായിട്ട് സ്റ്റെൻഡിടുന്ന ഇതൊക്കെ വളരെ വളരെ കൂടുതലായി വരികയാണ്. നമുക്ക് തന്നെ ഇപ്പോൾ ഇവിടെ അടിമാലിൽ മോണിസ്റ്റാർ ആശുപത്രിയിലൊക്കെ ഇതിൻ്റെ സംവിധാനങ്ങളുണ്ടല്ലോ. പിന്നെ തീർച്ചയായും ഇതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ആശുപത്രിയിൽ അത് വേണ്ടത് തന്നെയാണ്, അത് സംശയമില്ല. സാർ, നമ്മുടെ ഡയാലിസിസിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ? അതിനേക്കാളും മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. കാർഡിയാക്ക് ആയിട്ട് ബന്ധപ്പെട്ട്, കാത്ത് ലാബുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാത്ത് ലാബ് ഇവിടെ തുടങ്ങിയാൽ വളരെ ഗുണകരമാവുമെന്ന് പറഞ്ഞല്ലോ. മോർണിംഗ് സ്റ്റാറിലെ ആണെങ്കിലും വന്നിട്ട് ഇപ്പം 1 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമുക്കൊരു ഹാർട്ട് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ കോട്ടയം, എറണാകുളം തുടങ്ങിയ സ്ഥലത്തേക്കല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഈ കാർഡിയാക് അറസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവന് വരെ അപകടം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കിത് ആംബുലൻസിൽ അവിടെ എത്തണമെങ്കിൽ മിനിമം 3 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് വേണം. എത്രയോ ജീവനുകൾ പൊലിഞ്ഞു പോയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാർഡിയോളജി ഇവിടെ വന്നത് എല്ലാ തലത്തിലുള്ള ആളുകളുടെ ഇടപെടലുണ്ട് കേട്ടോ. അല്ലാണ്ട് ഒരാൾ മാത്രമല്ല, ഒരു ഇത് മാത്രമൊന്നുമല്ല പറയുന്നത്, രാഷ്ട്രീയ പാർട്ടി മാത്രമൊന്നുമല്ല. അപ്പം നമ്മളിപ്പം നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ല എല്ലാവരുടെ ഇടപെടലുകളുണ്ട്. പക്ഷേ അതോടുകൂടി ഇവിടെ കൊണ്ടുവന്ന ഈ കാർഡിയോളജി കാത്ത് ലാബൊക്കെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് എത്രയോ ജീവനുകൾ സംരക്ഷിക്കാൻ പറ്റും. അല്ല, തീർച്ചയായിട്ടും അല്ല. അത് ഒത്തിരി മിഷനറീസ് ഉണ്ട്. ഇത് വന്നത് ഏകദേശം ഒരു 2-3 മാസങ്ങളായിട്ടുള്ളൂ. ഇത് നമ്മൾ അതിനു വേണ്ടി തന്നെ പ്രത്യേകം നമ്മളതിന് റൂംസും മറ്റു കാര്യങ്ങളും അതുപോലെ ബെഡ് സ്പേസ് എല്ലാം റെഡിയാക്കണമല്ലോ. അതുപോലെ ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള മിഷനറീസ് എല്ലാം ഇപ്പം എല്ലാം ദ്രുതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും, ഒരു ദിവസം മെനക്കാണ്ട് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പം സാറ് വന്ന് നോക്കുക, അതിനകത്ത് ഫുൾ ടൈം ആളുകളുണ്ട്. 3-4 പേരുടെ അതിൻ്റെ ഫിറ്റിങ്സും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും അവിടെ ഉണ്ട്. ദ്രുതഗതിയിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ, അവരതിൻ്റെ ഒരു കമ്പനിയാണല്ലോ, അവരുടെ കമ്പനിയുടെ സ്റ്റാഫുകളാണല്ലോ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മിക്കവാറും തന്നെ അടുത്ത മാസം പകുതിയോടുകൂടി നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയേക്കുന്നതാണ്. അതൊരു നല്ല വാർത്തയാണല്ലോ. തീർച്ചയായിട്ടും അതെ, വലിയ വാർത്തയാണ്. അടുത്ത മാസം പകുതിയോടുകൂടി നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയേക്കും. അതിനുള്ള സ്റ്റാഫിനെ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ തന്നെ കുറച്ച് അത്യാവശ്യം റൺ ചെയ്യാനുള്ള സ്റ്റാഫിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള, അതുപോലെ നഴ്സസ് ഉൾപ്പെടെയുള്ളവരെ. ഇനിയും കുറച്ച് അധികം ആളുകൾ വേണ്ടി വരും. ആ വൈദഗ്ധ്യമുള്ള ആളുകൾ വേണമല്ലോ, അല്ലാണ്ട് എല്ലാ നഴ്സുമാർക്കും പറ്റത്തില്ല. അപ്പൊ ഈ കാത്ത് ലാബിൽ നിന്ന് വൈദഗ്ധ്യമുള്ള നഴ്സുമാരൊക്കെ വേണമല്ലോ, അവരുടെ കുറച്ച് ഇന്റർവ്യൂ നമ്മൾ വളരെ പ്രത്യേക കോഴ്സ് കഴിഞ്ഞവർ വേണം. അതെ. അപ്പൊ ആ കഴിഞ്ഞവർ വേണം, അതൊക്കെ തീർച്ചയായിട്ടും വേണം. അത് അടിമാലിയെ സംബന്ധിച്ച്, ഹൃദ്രോഗികളെ സംബന്ധിച്ചും വലിയ സന്തോഷകരമായ വാർത്തയാണ്. തീർച്ചയായും പറഞ്ഞത് ശരിയാണ്. ഈ പ്രദേശത്ത് എവിടെ നിന്നായാലും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള അടിമാലി. ഈയിടെ തന്നെ സ്വന്തമായി വാഹനം ഓടിച്ച് വന്ന് ആശുപത്രിയിൽ എത്തിയ ഒരാൾ മരിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ, കല്ലാർകുട്ടി ചില്യാമ്പാറ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ സ്വന്തമായി ആശുപത്രിയിൽ വാഹനം ഓടിച്ച് വന്നിട്ടും പോലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെയൊക്കെയുള്ള ധാരാളം കേസുകളുണ്ട്. ഞാൻ ചോദിച്ചാൽ സാർ, ഡയാലിസിസിൻ്റെ കാര്യം. ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് 5 യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് 10 ഉണ്ടായിരുന്നു. അപ്പം നമുക്ക്
ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ പീരീഡ് ആണോ അതോ പ്രളയത്തിൻ്റെ സമയത്താണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ സമയത്ത് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടുന്ന് 5 യൂണിറ്റുകൾ കൊണ്ടുപോയി ഇടുക്കിയിലേക്ക്. അത് നമുക്ക് തിരിച്ചു തരാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് തന്നത്. പക്ഷേ എന്താണേലും നാളെ ഇതുവരെയായിട്ടും അത് കിട്ടിയിട്ടില്ല. ഈ 10 യൂണിറ്റ് പ്രവർത്തിക്കാനുള്ള ഇടമൊക്കെ ഉണ്ട് correct ഉണ്ട് ഉണ്ട് ആയിരുന്നു. നമ്മളപ്പം ഈ അടുത്ത സമയത്ത് നമ്മളതിന് റിക്വസ്റ്റ് വെക്കുകയും KMCL നിന്ന് നമുക്ക് 5 എണ്ണം അലോട്ട്മെൻ്റ് ആവുകയും അത് ഉടൻ തന്നെ വരാനുള്ള എല്ലാ നീക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന താലൂക്ക് ആശുപത്രിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു ദിവസം പോലും പാഴാക്കാണ്ട് നമ്മൾ ഏതൊക്കെ ഇടങ്ങളിൽ എവിടെയൊക്കെ പോകണോ എന്ന് ആശുപത്രിയുടെ സൂപ്രണ്ടുമായിട്ട് മാറി മാറി വരുന്ന സൂപ്രണ്ടുമാരാണ്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഇപ്പോഴും പെർമനൻറ്റ് പോസ്റ്റിംഗ് അല്ല, ടെമ്പററി, അതായത് ഇൻചാർജാണ്. പെർമനൻറ്റ് സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് പോയിട്ട് ഇപ്പോൾ 2 മാസമായി. ഇതിന് ശേഷം ഡോക്ടർ സുനിൽ വന്നിരുന്നു. 2 ദിവസം ഡോക്ടർ ഫിനിക്സിന് ചാർജ് കൊടുത്തു. ഇപ്പോൾ സിമി മാധവൻ ENT, അത് സിമി മാധവനാണ് ഇപ്പം സൂപ്രണ്ട് ഇന്നലെ ചാർജ് കൊടുത്തിട്ടുണ്ട് സൂപ്രണ്ടായിട്ട്. അപ്പം വലിയൊരു പ്രശ്നം ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയും നമുക്ക് ആളുകൾ ഇല്ലാണ്ട് വരുമ്പോൾ നിലവിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ആണല്ലോ നമ്മൾ ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചാർജ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയിട്ട് നിന്ന് പോകുന്ന സൂപ്രണ്ടുമാരാകുമ്പോൾ നമുക്കൊരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുന്നതിനും അതിന് എന്താ പറയുക കുറച്ച് കാലതാമസങ്ങളൊക്കെ ഉള്ളത് നടക്കില്ല. കാരണം വെച്ചാൽ വരുന്ന ആളുകൾ വളരെ ഷോർട്ടായ ഒരു പീരീഡ് നിന്ന് കഴിഞ്ഞാൽ ആശുപത്രിയുടെ നടത്തിപ്പിനെ അത് ബാധിക്കും. അപ്പം ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമുക്ക് നിയമനങ്ങൾ തരാമെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും ദൈവാനുഗ്രഹത്താൽ ഇതെല്ലാം കിട്ടി. നമ്മൾ ആവശ്യപ്പെട്ട പോസ്റ്റിങ്ങുകളും ഡോക്ടേഴ്സിൻ്റെ എല്ലാം പോസ്റ്റിങ്ങുകളും മറ്റ് ഇതര വിഭാഗങ്ങളിലുള്ള പോസ്റ്റിങ്ങുകളൊക്കെ നന്നായാൽ നമ്മളുടെ ഒരു പരിശ്രമം കൊണ്ട് അല്ല പരിശ്രമിക്കാത്ത കാരണം കൊണ്ട് ഇല്ലാണ്ട് വരില്ല. അങ്ങനെ സംബന്ധിച്ചിടത്തോളം മാക്സിൻ ആന്റണി എന്ന് പറയുന്ന വളരെ മിടുക്കനായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പൊക്കി പറയുന്നൊന്നുമല്ല. പൊതുവെ അങ്ങയുടെ ഭൂരിപക്ഷമൊക്കെ അതായിരുന്നല്ലോ, നിസ്സാരമായിരുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങേക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വളരെ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് ഓർക്കുന്നുണ്ടാവും. ഒരു വലിയ പ്രളയകാലത്താണ് ഉമ്മൻചാണ്ടി ഇവിടെ വന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും. അന്ന് ആളുകളെല്ലാം തടിച്ചുകൂട്ടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുമ്പോൾ എത്ര അനുഭാവപൂർവ്വമാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. ലക്ഷക്കണക്കിന് രൂപയാണ് ആശുപത്രി. ഇന്നിപ്പോൾ ആശുപത്രിയുടെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം മാറിയതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരവ് നമുക്ക് തള്ളിക്കളയാനാവില്ല. പിന്നീട് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ശൈലജ ടീച്ചർ വന്നിട്ടുണ്ട്. ശൈലജ ടീച്ചർ അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഈ ആരോഗ്യമന്ത്രിയെ അടിമാലിയിലൊന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയും വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആരോഗ്യമന്ത്രിയെ നമ്മൾ കാത്തലാബിൻ്റെ ഉദ്ഘാടനമായിട്ട് എന്താണെങ്കിലും അദ്ദേഹം ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പണികൾ എന്ന് തീരുമെന്നറിയാതെ നമുക്കൊരു ഡേറ്റ് വാങ്ങിക്കുന്നതിനുള്ള സാങ്കേതികമായ കാരണങ്ങളുണ്ട്. എന്താണേലും നമുക്ക് അടുത്ത മാസം തന്നെ ആരോഗ്യമന്ത്രി അടിമാലി താലൂക്ക് ആശുപത്രി സന്ദർശിക്കും. സാർ ആദ്യം പറഞ്ഞതുപോലെ 2013 കാലഘട്ടത്തിലാണോ അന്ന് ഉമ്മൻചാണ്ടി സാർ വന്നതെന്ന് എനിക്കൊരു ഓർമ്മ. 2013, 14 ആ ഒരു 15-നുള്ളിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ കറക്റ്റാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. അതെ അദ്ദേഹത്തിന്റെ ഭരണകാലം. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റാണ്. അപ്പം ഞാനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ അവിടെ നിന്ന്. അതായത് നമ്മുടെ 6-ാം മൈലിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പുറകെ നമ്മളും ഉണ്ടായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ വന്നതും അവിടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഞാനും ദൃക്സാക്ഷിയാണ്. എന്നാൽ അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അന്നത്തെ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ അറിയാലോ. അതെ. ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രശ്നം അറിയാമോ? അടിമാലി താലൂക്ക് ആശുപത്രിക്ക് സ്ഥല സൗകര്യമില്ല. ഒന്ന് അടിമാലി ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇരിക്കണത്. നമുക്കവിടെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല. കുറേ ബിൽഡിംഗ് ഇപ്പോൾ ഒരു 5 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് പണിയാൻ. അപ്പം ഇങ്ങനെ മുകളിലേക്ക് പണിയുന്നതിനുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അപ്പം നമുക്ക് അധികം ബിൽഡിങ്ങുകൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നമുക്കൊരു സ്ഥല സൗകര്യങ്ങൾ വേണം. അപ്പം ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് അടിമാലി സ്ഥല സൗകര്യം ഇല്ലാത്തത് കാരണം മാത്രം കൂടുതൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങളെന്തായാലും വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ഈ 5 വർഷത്തെ ഭരണ സമയങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് സാധിച്ചാൽ താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റണമെന്ന് പ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളുടെ ഇച്ഛ എത്ര കണ്ട് ശക്തമാണോ അത്ര കണ്ട് പിന്തുണയുമായി ഈ പൊതുജനം നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. കാര്യത്തോട് സംശയമില്ല. അത് ഇച്ഛാശക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞൊരു വാക്യമല്ല, ലോകപ്രശസ്തനായ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിലെ വാക്യമാണ്. അത് നമ്മുടെ ഇച്ഛാശക്തി എത്ര കണ്ട് വലുതാണോ അത്ര കണ്ട് ലോകം മുഴുവൻ പിന്തുണയുമായി വരുന്ന ആ കാര്യം വളരെ കറക്റ്റാണ്. നിങ്ങളുടെ ഭരണസമിതിക്ക് ആ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അടിമാലിയിലെ ജനം മാത്രമല്ലല്ലോ, കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനത മുഴുവൻ അതിൻ്റെ പിന്നാലെ ഉണ്ടാവും. അത് ആ ഇച്ഛാശക്തി അത്ര കണ്ടാണ് എന്ന് പൊതുജനം അറിയേണ്ടതുണ്ട്. അവിടെയാണ് ഭരണകർത്താക്കളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സാർ ആദ്യം പറഞ്ഞല്ലോ, ഞാനീ പറഞ്ഞതുപോലെ കൊറോണ പീരീഡിൽ അന്ന് ഡീൻ കുര്യാക്കോസ് MP ഇവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ ദേവികുളം കോർഡിനേറ്റർ.
അന്നൊരു ആംബുലൻസ് അത്യാവശ്യം ആളുകളെ കൊണ്ടുപോകുന്നതിനും എമർജൻസി ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നതിനും അല്ലെങ്കിൽ കൊറോണ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നതിനുമൊക്കെ ആദ്യ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൊറോണ വന്ന ഒരാളോട് അടുത്ത് നിൽക്കുന്നത് വരെ നമ്മുടെ കുടുംബക്കാർക്ക് പോലും വലിയ പേടിയുള്ള സമയമായിരുന്നു. ഞാനാണ് ആദ്യത്തെ ഡെഡ് ബോഡി എടുത്ത ആൾ. അപ്പോൾ പള്ളിവാസലിൽ ഒരമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്, പ്രായമുള്ളതാണ്, വീട്ടിലാണ് മരിച്ചു കിടന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകും, അവരാ ഒരു ബാഗ് കവർ ചെയ്തൊക്കെ തരുമ്പം അത് പിന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല, സ്വാഭാവികമായിട്ട് എല്ലാവരും എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഈ അമ്മച്ചിനെ ഹെൽത്തിൻ്റെ ആളുകൾ പോലും എടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മലമൂത്ര വിസർജനം നടത്തിയിരുന്ന അമ്മച്ചിനെ ഉൾപ്പെടെ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ഒത്തിരി മൃതദേഹം കൊറോണ വന്ന ആളുകളെ സംസ്കരിക്കാൻ പോയിട്ടൊരു ഒരാളാണ്. ആ ടീമിലല്ല, ഞാനായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ. മറ്റുള്ള പിള്ളേരെയൊക്കെ നമ്മൾ വിളിച്ചു കൂട്ടി കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് 3-4 പിള്ളേർ വളരെ സഹകരിച്ച് മുന്നോട്ട് പോയൊരു സാഹചര്യം ഉണ്ട്. ഓർക്കുന്നുണ്ടാവും, കൊറോണ സമയത്ത് റോഡിൽ കിടന്ന ഒരു കൊറോണ രോഗിയുടെ തുണി പോലും മറ്റേ നമ്മൾ JCB ഉപയോഗിച്ച് എടുക്കുന്ന രീതിയൊക്കെ ഓർക്കുന്നുണ്ടാവും. അത്രമാത്രം അകലം നിർത്തി, ഞാൻ പറഞ്ഞ അകലം പാലിച്ച ഒരു സമയമായിരുന്നു അത്. അതെ, അതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊറോണ ഉള്ള ആളുകളുമായിട്ട് ഞാൻ കൂടത്തിൽ നിന്നു എന്ന് പറഞ്ഞ കാരണത്താൽ 8 ദിവസം മുമ്പ് ഇലക്ഷൻ്റെ ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഇലക്ഷൻ്റെ 8 ദിവസം മുമ്പ് വീട്ടിൽ ക്വാറന്റൈനിൽ നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ വളരെ ചെറിയ വോട്ടിനാണ് തോറ്റത്, ഞാൻ 7 വോട്ടിനാണ് തോറ്റത്. അപ്പം ഞാൻ പറഞ്ഞ എന്തൊക്കെ ഒന്നെന്ന് പറഞ്ഞാലും ഈ രോഗികൾ വളരെ നിരാലംബരായ ആളുകളെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്കൊരു താല്പര്യമുള്ളത് കാരണം ഞാൻ ഈ ഒരു കാര്യത്തിൽ ഹോസ്പിറ്റലിൽ ഞാൻ ആവശ്യപ്പെട്ട് തന്നെ എനിക്ക് ഒരു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടിയാൽ വളരെ നല്ലതാണെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം എനിക്ക് കിട്ടിയതാണ്. ഞാനപ്പം എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന കാര്യങ്ങളിൽ 100% നീതി പുലർത്താൻ തന്നെയാണ് എനിക്ക് മനസ്സുള്ളത്. തീർച്ചയായിട്ടും ആ മനസ്സ് വലുതാണ്, ആ കാര്യം സംശയമില്ല. അതിൻ്റെ ഒരു ഗുണം വരും വർഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രി കിട്ടുമെന്നാണ്. ആ സ്റ്റാഫിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ എത്രയൊക്കെ വേണമോ ആ കാര്യത്തിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ മോർച്ചറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ചും കൂടി ഒരു പുരോഗതി അല്ലേ, 8-10 അങ്ങനെയല്ല. മോർച്ചറി ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇവിടെ വന്ന് സാധാരണ ഞാൻ പറഞ്ഞ ഒത്തിരി മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിന്നൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയിൽ 1-2-3 മരണങ്ങളുമായിട്ട് പോസ്റ്റ്മോർട്ടമായിട്ട് ഞാൻ ഇപ്പോഴല്ല, ഈ കുറച്ചധികം വർഷങ്ങളായിട്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയത് 2013. ആ കാലഘട്ടം തുടങ്ങി ഇങ്ങോട്ടേക്ക് അതിനു മുൻപും ഞാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ മോർച്ചറിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം വർഷങ്ങളായിട്ട് സ്പെസിമെനൊക്കെ, അതായത് ഇതിൻ്റെ സാമ്പിൾ ടെസ്റ്റിനൊക്കെ എടുത്തേക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ ചാക്കിൽ കെട്ടിയും വെറുതെ ടിന്നിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വന്ന കാലഘട്ടം തുടങ്ങി അതൊന്ന് റിമൂവ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടല്ലോ, ബുദ്ധിമുട്ടാണ് എടുക്കാൻ. കാരണം വെച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം തന്നെ SP ആയിട്ടും DSP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് മാറ്റി മോർച്ചറി നവീകരിക്കുന്നതിനുണ്ട്. നമ്മളൊരു 3 ലക്ഷം രൂപ തൽക്കാലം ആ ജനലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കുന്നതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അന്നേരം ഇലക്ഷൻ വന്നു, നോട്ടിഫിക്കേഷൻ വന്നു, എന്തായാലും ഉടനെ മോർച്ചറി നവീകരണം നമ്മളുണ്ടാവും. അതുപോലെ ഈ സംഭവങ്ങളെല്ലാം സാമ്പിളെല്ലാം മാറ്റി എടുത്ത് വൃത്തിയാക്കി നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്, പിന്നെ നമുക്കൊരു ആഗ്രഹം, ഒരു സംവിധാനം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഫോറൻസിക് ഡോക്ടറെ കൂടെ കിട്ടിയാൽ വലിയ ഉപകാരമാണ്. ആക്ച്വലി അതിനുള്ളൊരു വേക്കൻസി ഉണ്ടോ ഇവിടെ? വേക്കൻസി ഇല്ല, ക്രിയേറ്റ് ചെയ്യണം. അവിടെയാണ് പ്രശ്നം. ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ, വേക്കൻസി അനുവദിച്ചാൽ മാത്രമേ ഡോക്ടറെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ. നമ്മൾ അതിനുവേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെട്ടാലും പോസ്റ്റിലുണ്ടെങ്കിൽ സർക്കാർ നിയമനങ്ങളുടെ ചില പ്രശ്നങ്ങളാണ്. അപ്പൊ എത്ര നഴ്സിംഗ് സൂപ്രണ്ടുമാരുടെ പോസ്റ്റ്, അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റുമാരുടെ പോസ്റ്റ്, എത്ര ഡോക്ടേഴ്സിന്റെ പോസ്റ്റ്, അതിൽ തന്നെ പീഡിയാട്രിഷ്യൻ എത്ര, പതോളജിസ്റ്റ് എത്ര, അതിൽ തന്നെ മറ്റേ ന്യൂറോളജി ഉണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെയൊക്കെ ഇത് ഓരോന്ന്, ഗൈനക്കോളജിസ്റ്റ്, ഇതെല്ലാം ഇനം തിരിച്ച് വരണം. അതില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏതായാലും വലിയ അടിമാലിയെ സംബന്ധിച്ച്, താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് അങ്ങേക്കുള്ളത്. പ്രതീക്ഷയുണ്ട്, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ. പിന്നെ നമ്മളിപ്പോൾ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിന് ഇറങ്ങി തരുമ്പോഴും കുറേ അധികം കുറ്റപ്പെടുത്തലുകളും കുറേ നല്ല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും മുഖവിലേക്ക് എടുക്കാണ്ട് തന്നെ, കുറ്റപ്പെടുത്തൽ ആ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മുഖവിലേക്ക് എടുക്കാണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. പ്രസിഡന്റ് വളരെ ആക്റ്റീവായിട്ട് ആ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാൻ പ്രസിഡന്റും ഞാനും എല്ലാം കൂടി നിരന്തരം തിരുവനന്തപുരത്ത് പോകുന്നു, DHSനെ കാണുന്നു, DMOനെ കാണുന്നു, പല കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ സാഹചര്യം അറിയാലോ, സാറിന് ഏകദേശം കാര്യങ്ങളെക്കുറിച്ച് അറിയാം. എന്നാലും
ഇങ്ങനെയുള്ള കാര്യം ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിമാലി താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സാധാരണ ഒരു സ്ഥലങ്ങളിലുള്ള ഒരു ആശുപത്രി പോലെയല്ല. കേരളത്തിലെയും വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ കൂടി ഉപയോഗിക്കുന്ന ഒരു ആശുപത്രി അത്. കാരണം മൂന്നാർ ഒരു ടൂറിസം മേഖലയാണല്ലോ, നിരവധി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, എത്രയോ ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്. ഈ നേര്യമംഗലം തുടങ്ങി ബോഡിമെട്ട് വരെയുള്ള 100 കിലോമീറ്ററിൽ ആകെയുള്ള ഗവൺമെന്റ് ആശുപത്രി അത്. നിരവധി ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്. നമ്മൾ എത്രയോ ആളുകളെ നമുക്ക് നമ്മുടെ ഒരു ആശുപത്രി ഉള്ളത് കാരണം നമുക്കിത് ഈ കേസെല്ലാം ഇങ്ങോട്ട് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക? തീർച്ചയായിട്ടും അതേലോ, അല്ലാണ്ട് വേറെ എവിടെയാ ഉള്ളത്? സമയത്തിന്റെ പരിമിതിയായ മൂലമാണ് സാർ. ഞാൻ 1-2 കാര്യങ്ങളോട് ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ എക്സ്റേ യൂണിറ്റുകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ? എക്സ്റേ യൂണിറ്റ് ഇപ്പം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് പിന്നെ പക്ഷെ നമുക്ക് ഈവനിങ്ങിൽ കൊടുക്കാൻ പറ്റുന്നില്ല. 5 മണിയാകുമ്പോഴത്തേനും ഈ സ്റ്റാഫിന്റെ ഒരു ഷോർട്ടേജ് മൂലം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അത് ഒന്ന് പരിഹരിച്ചുകൂടെ? തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് ഒരു 9 മണി വരെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ്. സാധാരണക്കാർ എക്സ്റേയിൽ പുറത്തു പോകേണ്ടി വരുമ്പോൾ കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. പൈസയും കൂടുതലാണ്. പൈസയും കൂടുതലാണ്. അപ്പൊ അത് ഒരു 9 മണി വരെയെങ്കിലും ആകുന്നതിന് വേണ്ടി മാക്സിമം പരമാവധി ശ്രമിക്കുന്നത് ചെയ്യാലോ ആളുകൾക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് ഈ HMC നിന്നും ഒരു പരിധി ഉണ്ടല്ലോ, സ്റ്റാഫിനെ വെക്കുന്ന പരിധി അധികരിച്ചു കഴിഞ്ഞു. അപ്പം അതിന്റെ ഒരു ചെറിയ പ്രശ്നം നമ്മൾ 9 മണി വരെ നിർബന്ധമായിട്ടും എക്സ്റേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇല്ല, നമുക്കില്ല. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു, 1 വർഷത്തിനകം ഉണ്ടായിരിക്കും. സിറ്റി സ്കാൻ കൂടി വേണ്ടതാ, കുറഞ്ഞ പക്ഷം CT എങ്കിലും. MRI അത്ര എളുപ്പമല്ല. CT 1 വർഷത്തിനുള്ളിൽ ഉണ്ടാവും 100% ഉറപ്പാണ്. അതിനുള്ള സ്പേസ് ഒക്കെ അതിനുള്ള സ്പേസ് നമ്മൾ കണ്ടെത്തി അതിനുള്ള ഏജൻസിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞു. ഓക്കെ, അതൊക്കെ വലിയ സ്റ്റെപ്പാണ്. അതെ, മുന്നോട്ട് വയ്ക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് വേണ്ടി നമ്മൾ നിരവധി വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന സാധനം മിക്ക മെഡിക്കൽ കോളേജുകളിലുള്ളതാണല്ലോ അത്. താലൂക്ക് ആശുപത്രിയിലേക്ക്. അതെ, അല്ല നമ്മൾ കുറെ വർഷങ്ങളായിട്ട് അന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടം തുടങ്ങി അമ്മയും കുഞ്ഞും യൂണിറ്റിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. എന്തായാലും നിർഭാഗ്യവശാൽ അത് മുടങ്ങി കിടക്കുകയായിരുന്നു. അടിമാലിൽ അത് അനിവാര്യമാണ്. തീർച്ചയായും 15ഓളം കോടി രൂപ അതിന് ഉണ്ട്. നമ്മൾ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു. അതിന്റെ സർവേ ഓൾറെഡി കഴിഞ്ഞു. അപ്പം ഇപ്പോൾ നിലവിൽ 1 കോടി രൂപയ്ക്ക് മുകളിലാണ് PWD പറ്റത്തില്ല അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കുന്നതിന്. അതിന് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ ജില്ലാ ഓഫീസിലേക്ക് അയച്ചിട്ട് അവിടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. ഒരു 6 മാസത്തിനുള്ളിൽ സ്കെച്ചും പ്ലാനും കാര്യങ്ങളും ആകും. നമ്മളതിൻ്റെ പുറകെ എന്തായാലും ഉണ്ട്. ഈ ഭരണസമിതികളിൽ അതും യാഥാർത്ഥ്യമാക്കണമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഒട്ടേറെ സ്വപ്നങ്ങൾ അങ്ങേക്കുണ്ട് എന്നുള്ളത് തന്നെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. കാരണം ഈ രംഗത്ത് ചെയ്യാൻ നിരവധിയായ കാര്യങ്ങൾ കിടപ്പുണ്ട്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികൾ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളിൽ ഒന്നായിരുന്നു. അപ്പോൾ ആ വരികളാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങേക്ക് ഒത്തിരി കാതങ്ങൾ പിന്നിടാനുണ്ട്. ഈ വരും ദിവസങ്ങളിൽ പിന്നിടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വന്നതിൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അധികരിച്ച് ആഴത്തിൽ സംസാരിച്ചതിന് മീഡിയ നെറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ദൈവാനുഗ്രഹത്താൽ ഈ കാഴ്ചപ്പാട് എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിനും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനും അത് ജനങ്ങളോട് സംവദിക്കുന്നതിനുമൊക്കെ ഒരു അവസരം നൽകിയ നിങ്ങൾ മീഡിയ നെറ്റിൻ്റെ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ എന്താ പറയുക ഗുരുതുലരായിട്ട് കാണുന്ന ജോസ് സാറിനോടൊപ്പം ഇരുന്ന് അരമണിക്കൂറോളം സംവദിക്കാൻ പറ്റിയ ഞാൻ കൃതാർത്ഥനാണ്. എല്ലാവിധ ആശംസയും സന്തോഷവും അറിയിക്കുന്നു. ചർച്ച അവസാനിക്കുമ്പോൾ ഇനിയും പിന്നിടാൻ ധാരാളമായ കാര്യങ്ങളുണ്ടത്രേ. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് ഒട്ടേറെ പദ്ധതികളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് അതിലേറെ സ്വപ്നങ്ങളുണ്ട്. അവർ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ അത് എത്രമാത്രം ഫലവത്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. നന്ദി, നമസ്കാരം.